2 ദിവസത്തിനുള്ളിൽ മാണി രാജിവെക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതിന് വിവരങ്ങളുമായി കെ.ജി. ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, യുഡിഎഫിനുള്ളിൽ വലിയ പൊട്ടിത്തെറിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളത് വ്യക്തമാകുന്നു. കെ.എം. മാണിയുടെ കോടതിയുടെ വിധി വന്നതോടുകൂടി തുടരന്വേഷണം ആവാം, അല്ലെങ്കിൽ കോടതിയുടെ കടുത്ത പരാമർശങ്ങൾ, രൂക്ഷമായ വിമർശനങ്ങൾ വന്നതോടുകൂടി മാണി രാജിയിലേക്ക് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 2 ദിവസത്തിനകം രാജിവെക്കും എന്നുള്ള വ്യക്തമായ സൂചനകളാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. കോട്ടയത്തുണ്ടായിരുന്ന കെ.എം. മാണി ഇപ്പോൾ കൊച്ചിയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ കേസിൻ്റെ കോടതിയുമായി ബന്ധപ്പെട്ട് വന്ന ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ കൂടുതൽ പരിശോധിക്കുകയാവാം ലക്ഷ്യം, അല്ലെങ്കിൽ എ.ജിയുമായുള്ള കൂടിക്കാഴ്ച ലക്ഷ്യം എന്നും കരുതുന്നുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇപ്പോൾ കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട്. വി.എം. സുധീരൻ കൊച്ചിയിലായിരുന്ന വി.എം. സുധീരനും കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയും ഇന്ന് തലസ്ഥാന നഗരിക്ക് പുറത്തായിരുന്നു. അവരൊക്കെയും ഒരുപക്ഷെ വൈകുന്നേരത്തോടുകൂടി തിരിച്ച് തലസ്ഥാന നഗരിയിൽ എത്തിയേക്കാം. മുസ്ലിം ലീഗിൻ്റെ നേതൃയോഗം ഇന്ന് പാണക്കാട് ചേരുകയും ചെയ്യുന്നുണ്ട്. അവരൊക്കെയും ഒരുപക്ഷെ ഇന്ന് രാത്രിയോടുകൂടി തിരികെ എത്താം. ഇതിനുശേഷം ഒരുപക്ഷെ ഒരു ഉന്നതതലത്തിലുള്ള തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കെ.എം. മാണിയുടെ രാജി എന്നുള്ള കാര്യത്തിലേക്ക് യു.ഡി.എഫിലെയും കോൺഗ്രസിലെയും നേതാക്കൾ എത്തിച്ചേർന്നിരിക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ ഒക്കെയും അത്തരം സൂചനകളാണ് നൽകുന്നത്, അല്ലെങ്കിൽ പരസ്യ പ്രസ്താവനകൾ ആ രീതിയിലേക്ക് മാറുന്നു. പ്രധാനമായും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നിലപാട് പരിശോധിച്ചാൽ അക്കാര്യം വ്യക്തമാവുകയും ചെയ്യും. അതായത് വിജിലൻസിന് ആശ്വാസകരം എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും അത് പറഞ്ഞു വയ്ക്കുമ്പോൾ അതിനർത്ഥം സർക്കാരിന് ഇത് ആശ്വാസകരമായിട്ടുള്ള വിധിയല്ല, കെ.എം. മാണിക്ക് ഇത് ആശ്വാസകരമായിട്ടുള്ള ഒരു നിലപാടല്ല എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നു. അതിനർത്ഥം കെ.എം. മാണിയുടെ രാജി അദ്ദേഹം ആവശ്യപ്പെടുന്നു എന്ന് തന്നെയാണ് അതിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആന്റണി രാജു ഉൾപ്പെടെയുള്ള നേതാക്കൾ, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ പ്രമുഖനായിട്ടുള്ള ആന്റണി രാജു പറയുന്നത് ഇക്കാര്യം ചർച്ച ചെയ്യും. മന്ത്രി പി.ജെ. ജോസഫ് വ്യക്തമാക്കുന്നു ഈ വിഷയം ചർച്ച ചെയ്യും. എന്നാൽ ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത് കെ.എം. മാണിയെ പ്രതിരോധിക്കാൻ ഇനി ഇല്ല എന്നുള്ള വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഇത്തരം നേതാക്കളിൽ നിന്നും പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ വി.ഡി. സതീശൻ, ടി.എൻ. പ്രതാപൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മാണി രാജിവെക്കണം, അതല്ല എങ്കിൽ യു.ഡി.എഫ് തകർച്ചയിലേക്ക് നീങ്ങും എന്ന വ്യക്തമായ സൂചനകൾ അവർ നൽകുകയും ചെയ്യുന്നു. കെ.എം. മാണിയുടെ രാജിയല്ലാതെ ഇനി മറ്റ് പോം വഴി സർക്കാരിന് മുന്നിൽ ഇല്ല. പ്രത്യേകിച്ച് കോടതിയിൽ നിന്നും അത്തരത്തിൽ കടുത്ത പരാമർശങ്ങൾ, അതിരൂക്ഷമായ പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്ന പശ്ചാത്തലം, ഒരുപക്ഷെ ഇതിനു മുൻപ് ഒരു മന്ത്രിക്കും നേരിടേണ്ട വന്നിട്ടില്ലാത്ത ഒരു സാഹചര്യം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നു. രാജിവെക്കണമോ വേണ്ടയോ എന്നുള്ളത് ധാർമ്മികത, അത് കെ.എം. മാണിക്ക് തീരുമാനിക്കാം. സീസറിൻ്റെ ഭാര്യ സംശുദ്ധിയായിരിക്കണം എന്നുള്ള പരാമർശങ്ങൾ അടക്കം കോടതി നടത്തിയിരിക്കുന്നു. ഇതിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് ഫലത്തിൽ മാണി അഴിമതി നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കോടതി പറയാതെ പറഞ്ഞിരിക്കുന്നത്. അതിലൂടെ മാണിക്ക് കനത്ത പ്രഹരം, ഒപ്പം യു.ഡി.എഫിനും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും കനത്ത പ്രഹരം ഏറ്റിരിക്കുന്നു. ഇതിലൂടെ ഒരുപക്ഷെ കെ.എം. മാണി മാത്രം രാജിവെച്ചാൽ തീരുന്ന ഒരു പ്രശ്നമാണോ ആണോ എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. അത് യു.ഡി.എഫ് സർക്കാരിൻ്റെ പതനത്തിലേക്ക് എത്തി നിൽക്കുന്ന കാര്യം കൂടി ആവാം എന്നുള്ളതാണ് ചില കോണുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വ്യക്തമായ സൂചനകൾ. കാരണം ഒരു ഭാഗത്ത് ഐ ഗ്രൂപ്പ് ഇനി തങ്ങളുടെ നിലപാട് ശക്തിപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഒരുപക്ഷെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേതൃസ്ഥാനത്ത് നിന്നും മാറണം എന്നതടക്കമുള്ള വിഷയങ്ങൾ അവർ മുന്നോട്ട് വച്ചേക്കാം. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു തിരിച്ചടിയാണ് യു.ഡി.എഫിന്, കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ കെ.എം. മാണിയെ സംരക്ഷിച്ചത് മുഖ്യമന്ത്രിയാണ് എന്നുള്ള ധ്വനിയാണ് നേതാക്കളുടെ ഭാഗത്തു നിന്നും, ഒരു വിഭാഗം നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിലൂടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണം, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി മാറണം എന്നുള്ള ആവശ്യമെങ്കിലും ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 11, 12 തീയതികളിൽ തിരുവനന്തപുരത്ത് കെ.പി.സി.സി നേതൃയോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ ആ ആവശ്യം ശക്തമായി ഉന്നയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്, യു.ഡി.എഫിന് തങ്ങളുടെ മുഖം രക്ഷിക്കണമെങ്കിൽ അത് മാത്രമാണ് ഏകപോം വഴി. മാണി മാറുന്നതിനപ്പുറം മുഖ്യമന്ത്രി കൂടി മാറി നിൽക്കണം എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിച്ചേരും എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. എന്തായാലും തലസ്ഥാന നഗരി വൈകുന്നേരത്തോടുകൂടി സജീവമായ ചർച്ചയിലേക്ക് കടക്കും. യു.ഡി.എഫ് നേതാക്കളും ഒപ്പം കോൺഗ്രസ് നേതാക്കളും സജീവമായ ചർച്ചയിലേക്ക് എത്തുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. കെ.പി.സി.സി അധ്യക്ഷൻ വി.എം. സുധീരൻ ഇപ്പോൾ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രാമധ്യയാണ്. അദ്ദേഹം ഇതുവരെ പരസ്യമായ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹം ഇപ്പോൾ ബന്ധപ്പെടാൻ തയ്യാറാകുന്നില്ല എന്നുള്ള വസ്തുതയാണ് ഉള്ളത്. ഏതാണ്ട് 6 മണിയോടുകൂടി വി.എം. സുധീരൻ തലസ്ഥാനത്ത് എത്തിച്ചേരും. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും വൈകിട്ടോടുകൂടി തലസ്ഥാന നഗരിയിൽ എത്തിച്ചേരും. ഇവർ ഒരുപക്ഷെ ഇന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കും എന്നുള്ള വ്യക്തമായ സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് മുംബൈയിലാണ് ഉള്ളത്. അദ്ദേഹം ടെലിഫോണിൽ പീപ്പിളിനോട് പ്രതികരിച്ചതിലൂടെ ഒരു കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. തൊലിപ്പുറത്തുള്ള ചികിത്സ പോരാ, ആഴത്തിലുള്ള ശസ്ത്രക്രിയ തന്നെ വേണം എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത്. അതിലൂടെ
എം മാണിയുടെ രാജി തന്നെ അദ്ദേഹം അന്നേ ആവശ്യപ്പെടുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ മാത്രമാണ് നേതാക്കൾ സംയമനം പാലിച്ചിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇന്ന് പരസ്യ പ്രതികരണത്തിലേക്ക്, ശക്തമായ ആവശ്യത്തിലേക്ക്, മാണിയുടെ രാജി എന്നുള്ള ആവശ്യത്തിലേക്ക് നേതാക്കൾ എത്തി നിൽക്കുന്നു. അതേസമയം എം മാണി രാജിവെക്കുകയാണ് എങ്കിൽ ഒരുപക്ഷെ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമോ എന്നുള്ള ചോദ്യവും ഇപ്പോൾ ഉയരുകയാണ്. അത്തരത്തിലുള്ള ചർച്ചകളും സജീവമാണ് അണിയറയിൽ. ഒരുപക്ഷെ എം മാണി രാജിവെക്കേണ്ട സാഹചര്യം വന്നാൽ അദ്ദേഹം സർക്കാരിനുള്ള, അല്ലെങ്കിൽ മാണിയോട് രാജി ആവശ്യപ്പെട്ടാൽ അദ്ദേഹം സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്ന സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തി നിൽക്കും. അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി നമ്മളൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഒരുപക്ഷെ കേസ് കേവലം അതിൻ്റെ കാര്യങ്ങൾ പരിഗണിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ഒരു പക്ഷേ കോടതി വിചാരിച്ചതിനെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത് കപിൽ സിബലിന്റെ വാദം തന്നെയായിരുന്നു. കോടതി പറയുന്നു അന്വേഷണം തുടരട്ടെ, വിജിലൻസ് കോടതിയുടെ വിധി സ്റ്റേ ചെയ്യേണ്ട സാഹചര്യം ഇല്ല എന്ന് പറയുന്നു. അവിടെ ഒരു ഘട്ടത്തിൽ ചില നാടകീയ സന്ദർഭങ്ങൾ കോടതിയിൽ ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് കോടതിക്ക് വളരെ ശക്തമായി തന്നെ പറയേണ്ടി വന്നത് ജനങ്ങളുടെ കാര്യമാണ്. കോടതിക്ക് ആശങ്കയുണ്ട്, മന്ത്രി കസേരയിൽ വീണ്ടും മാണി തുടരുന്നതിൽ ആശങ്കയുണ്ട്, പുറത്തു പോകേണ്ടത് അദ്ദേഹത്തിന്റെ മനസാക്ഷിക്ക് വിടുന്നു അക്കാര്യത്തിൽ എന്നൊക്കെ പറയേണ്ട ഒരു ഘട്ടത്തിലേക്ക് ജുഡീഷ്യറി എത്തി നിൽക്കുകയാണ്. ശ്രീ ജയശങ്കർ, കമാൽ പാഷ കേരള ഹൈക്കോടതിയിലുള്ള ഏറ്റവും നിഷ്പക്ഷരായ ഒരു ജഡ്ജിയാണ്. നിഷ്പക്ഷനുമാണ്, നീതിമാനുമാണ്. അദ്ദേഹത്തെ പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് സാധാരണമാണ് തോന്നുന്നത്. കാരണം എം മാണിയുടെ മനസാക്ഷിക്ക് വിട്ടിരിക്കുകയാണ് അദ്ദേഹം രാജിവെക്കുന്ന കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ, എം മാണിക്ക് മനസാക്ഷി ഇല്ല എന്നുള്ള കാര്യം ഇവിടെ ആർക്കറിയാൻ പാടില്ല. എം മാണിക്ക് തന്നെയും അങ്ങനെ ഒരു അവകാശവാദമില്ല. അദ്ദേഹത്തിന് മനസാക്ഷി ഉണ്ടെന്നോ, ആ മനസാക്ഷി ഏതെങ്കിലും സമയത്ത് ഉണ്ടായിരുന്നുവെന്നോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഉണ്ടാകുമെന്നോ അദ്ദേഹത്തിന് തന്നെ ഒരു അവകാശവാദം ഇല്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മനസാക്ഷിക്ക് വിട്ടിട്ട് എന്താ പ്രയോജനമുള്ളത്? രണ്ടാമത്തെ കാര്യം, പൊതുജനങ്ങളുടെ പണം എടുത്ത് സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലിനെ കൊണ്ടുവരുന്നതിനെയും ജഡ്ജി വിമർശിച്ചു. പൊതുജനങ്ങളുടെ പണം സർക്കാരിനെ ഏൽപ്പിച്ചിരിക്കുന്നത് തന്നെ ഇതുപോലെയുള്ള കള്ളന്മാർക്കും കൊള്ളരാത്തവന്മാർക്കും വേണ്ടി വാദിക്കാൻ കൊടിയ വക്കീലന്മാരെ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, ടീച്ചറിന്റെ ഭാര്യ സംശയാതീതയായിരിക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കുട്ടിയമ്മയുടെ ഭർത്താവ് എം മാണി സംശയാതീതനാണ്, അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് ഈ നാട്ടിൽ ആർക്കും അറിയാൻ പാടില്ല. അത് കമാൽ പാഷയുടെ വിധി വന്നതിന് മുമ്പ് നമുക്കറിയാം. ജോൺ കെ ഇല്ലിക്കാടന്റെ വിജിലൻസ് വിധി വരുന്നതിന് മുമ്പ് നമുക്കറിയാം. അത് സുകേശന്റെ അന്വേഷണം നടത്തുന്നതിന് മുമ്പ് നമുക്കറിയാം. ബിജു രമേശ് പറയുന്നതിന് മുമ്പ് തന്നെ ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് എം മാണി വലിയ അഴിമതിക്കാരനാണ്. എം മാണി അഴിമതിക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ എടുത്തത്, അദ്ദേഹം മന്ത്രിയായി തുടർന്നത്. അദ്ദേഹം എല്ലാ ഘട്ടത്തിലും അഴിമതിക്കാരനായിരുന്നു. 50 കൊല്ലവും അഴിമതി നടത്തിയ ആളാണ് മാണി. അപ്പൊ അങ്ങനെ ഒരു മഹാനെ സംബന്ധിച്ചിടത്തോളം ഈ വിധിയൊക്കെ അദ്ദേഹം ഒരു അലങ്കാരമായിട്ടാണ് എടുക്കുക. അദ്ദേഹത്തിന് ഇതൊക്കെ ഒരു ഭൂഷണമാണ്. മാണി രാജിവെക്കേണ്ട ഒരാവശ്യവുമില്ല. വരുന്ന 6 മാസം കൂടി അദ്ദേഹം അവിടെ അമർന്നിരുന്ന് ധാരാളമായിട്ട് കക്കട്ടെ, മോട്ടിക്കട്ടെ, പിടിച്ചു പറിക്കട്ടെ. ഇത് അവസാനത്തെ അവസരമല്ല, ഇന്നൊരു അവസരം ഇല്ല. അപ്പൊ ഉള്ള സമയത്ത് അദ്ദേഹത്തെ മോട്ടിക്കാൻ വിടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. കമാൽ പാഷയോട് എനിക്ക് സഹതാപമുണ്ട് എന്ന കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കും. അവിടെ അഡ്വക്കേറ്റ് ജയശങ്കർ, നമ്മുടെ നിയമ സംവിധാനത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് പല ഘട്ടങ്ങളിലും സർക്കാരിന്റെ ഇടപെടലുകൾ ഉണ്ടായി എന്നൊരു നിരീക്ഷണം കൂടി ഇതിൽ നടത്തുന്നില്ലേ? പ്രത്യേകിച്ച് നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ AG-യിൽ നിന്നും അല്ലെങ്കിൽ അറ്റോർണി ജനറലിൽ നിന്നും നിയമോപദേശം സ്വീകരിക്കാതെ സുപ്രീം കോടതി അഭിഭാഷകരിൽ നിന്ന് നിയമോപദേശം സ്വീകരിച്ച ഒരു കാര്യത്തെ വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ കോടതി ചോദ്യം ചെയ്തിരുന്നു. വിജിലൻസ് ഡയറക്ടറുടെ നിലപാടിനെ, അവിടെ SP സുകേശന്റെ റിപ്പോർട്ടുകളെ മറികടന്നുകൊണ്ടുള്ള ഇടപെടലുകളെ ഇന്നിപ്പോൾ കോടതി പറഞ്ഞപ്പോൾ പോലും ചില താല്പര്യങ്ങൾ മുൻനിർത്തിയാണല്ലോ വിജിലൻസ് ഡയറക്ടർ ഇടപെട്ടത് എന്ന് പോലും നിരീക്ഷിച്ച ഘട്ടങ്ങൾ പോലും ഉണ്ടായി. അത്തരത്തിൽ ഭരണതലത്തിൽ ഇരുന്നു കൊണ്ട് നിയമ സംവിധാനത്തെ ആകെ തകിടം മറിക്കുന്ന ഇടപെടലുകളെ കൂടി അവിടെ കൂടി ഒരു ഇടപെടൽ നടത്തുന്നില്ലേ ജുഡീഷ്യറി? അതുകൊണ്ടുള്ള ജോൺ കെ ഇല്ലിക്കാടൻ എന്ന വിജിലൻസ് ജഡ്ജി അതിനെ നിശിതമായി വിമർശിച്ചത്. ശ്രീ ജസ്റ്റിസ് കമാൽ പാഷ അതിലെ ആ വിധിയിലെ ഒരു കുത്തോ കോമയോ വിസർഗമോ പോലും മാറ്റാൻ വിസമ്മതിച്ചത്. അപ്പോൾ നമ്മുടെ വിൻസനം പോൾ എന്തുകൊണ്ടാണ് അന്ന് ലീവ് എടുത്ത് നാട് വിട്ടു പോയതെന്ന് മനസ്സിലായില്ലേ? അതുപോട്ടെ, വിൻസനം പോളിന് ഗുഡ് സർവീസ് സെന്റർ കൊടുത്ത നമ്മുടെ സെൻകുമാറിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? അയാൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണോ? സ്റ്റേറ്റ് പോലീസ് ചീഫായിരിക്കാൻ യോഗ്യതയുള്ള ആളാണോ സെൻകുമാർ? അയാൾ ആ ജോലി രാജിവെച്ച് വല്ല ബാർബർ ഷാപ്പ് തുറക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എന്റെ അഭിപ്രായം. അയാൾക്ക് പറ്റിയ പണി ക്ഷൗരമാണ്. ആൾക്കാരുടെ മുഖം ക്ഷൗരം ചെയ്തു കൊടുക്കാം. ഇതുപോലുള്ള ഏഴാംകൂലികളെ വെള്ളാപ്പള്ളി നടേശന്റെ ശുപാർശയുടെ പുറത്താണെങ്കിൽ പോലും സ്റ്റേറ്റ് പോലീസ് ചീഫാക്കി വെച്ച രമേശ് ചെന്നിത്തല ജനങ്ങളോട് മാപ്പ് പറയണം.
ഈ വിൻസനം പോളിനെ അനുകൂലിച്ച് പ്രമേയം പാസ്സാക്കിയ IPSകാരെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവരുടെ ആസനത്തിൽ ആര് മുളച്ചാൽ അതും തണലാണെന്ന് വിചാരിക്കുന്ന കുറെ വയറ്റിപ്പഴപ്പുകാരായ IPSകാർ ഈ നാട്ടിലുണ്ട്. അവർക്ക് ഓശാന പാടുന്ന ജിജി തോംസനെ പോലെ കളങ്കിതരായ IASകാര് ചീഫ് സെക്രട്ടറി ലെവലിൽ പോലും ഉണ്ട്. ഈ ഏഴാം കൂലികൾ ഉള്ളിടത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കും. മനസ്സിലായില്ലേ? നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയായിട്ടുള്ള ഒരാളാണ് നമ്മുടെ വിജിലൻസ് ഡയറക്ടർ. അതുപോലെ വേറൊരാളാണ് ദർവേഷ് സാഹിബ്. അയാളാണ് ഈ പരാതിയുമായിട്ട് ഹൈക്കോടതിയിൽ പോയി ഒരു കാരണത്ത് അടിക്കുന്നവനും മറ്റേ കാരണം കൂടി കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ യേശുദേവൻ ഇത്ര ഉദ്ദേശം ഉണ്ടാവില്ല. ഒരു കാരണത്ത് വിജിലൻസ് കോടതിയിൽ നിന്ന് അടികിട്ടി, മറുകാരണത്ത് ഹൈക്കോടതിയിൽ നിന്നും അടികിട്ടി, ഇനി നെറുകന്തലയ്ക്ക് സുപ്രീം കോടതിയിൽ നിന്നും അടികിട്ടും അവിടെ പോയി കഴിഞ്ഞാൽ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതിനുള്ളൊരു സാഹചര്യം എത്രത്തോളം ഉണ്ട്? ഇനി ആദ്യം മുതൽക്ക് തന്നെ നിയമപരമായി കാര്യങ്ങളെ സമീപിക്കുക എന്നൊരു നിലപാടാണ് എടുത്തത്. ഇന്നിപ്പോൾ മാണിയുടെ രാജിയിൽ ഒതുങ്ങില്ല കാര്യങ്ങൾ. കെ ബാബു സംശയത്തിന് നിഴലിൽ നിൽക്കുകയാണ്. തെളിവുകളടക്കം മറ്റ് മന്ത്രിമാരുടെ പേരുകളും തെളിവുകളും അടക്കം പുറത്തു വരാനുണ്ട് എന്ന് ബിജു രമേശ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നിയമ നടപടികൾ എന്നൊരു കാര്യങ്ങളിലേക്ക് സർക്കാർ പോയാൽ അതിന്റെ സാധ്യതകൾ എങ്ങനെയാണ്? ഇനി നിയമ നടപടിക്ക് പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിർബന്ധലക്കിട്ടായിരിക്കും ഇനി കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ആ വഴിക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉമ്മൻചാണ്ടിക്ക് അത്ര ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ല. അദ്ദേഹം കെ എം മാണി കുടുങ്ങണമെന്നായിരുന്നല്ലോ ഉമ്മൻചാണ്ടിയുടെ താല്പര്യം. അതുകൊണ്ടുള്ള വിപരീത വിധി വന്നപ്പോൾ അതുമായിട്ട് ഹൈക്കോടതിയിൽ പോയി ഒരു വിധി കൂടി മേടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ടും കെ എം മാണിയുടെ പതനം ആഗ്രഹിക്കുന്നവരാണ് കോൺഗ്രസ് പാർട്ടിയിൽ ബഹുഭൂരിപക്ഷവും. പിന്നെ മധ്യ കേരളത്തിലെ ചില മെത്രാന്മാരുടെ പിന്തുണ ഉണ്ടായിരുന്നുകൊണ്ടാണ് മാണി ഇത്ര നാൾ നിലനിന്നത്. ചില മതമേലധ്യക്ഷന്മാരുടെയും അതുപോലെ ചില സമുദായ നേതാക്കന്മാരുടെയും, പ്രത്യേകിച്ച് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗവത്തിൽ, അതുപോലെ നായർ സമുദായ ഉടമസ്ഥൻ സുകുമാരൻ നായർ, ഈഴവ സമുദായ ഉടമസ്ഥൻ വെള്ളാപ്പള്ളി നടേശൻ, ജോസഫ് മാർത്തോമ മെത്രാപ്പോലീത്ത, ഇങ്ങനെയുള്ള ആളുകളാണ്. ഇതുപോലുള്ള സാമൂഹ്യ വിരുദ്ധന്മാരാണ് മാണിക്ക് ഇതുവരെ പിന്തുണ കൊടുത്തിരുന്നത്. ഇനിയിപ്പോ സാമൂഹ്യ വിരുദ്ധന്മാരുടെ നിലപാട് മാറുമെന്ന് നമുക്കറിയില്ല. പണ്ട് മറ്റേ വിജിലൻസ് ജഡ്ജി ഹനീഫയെ ചെയ്ത പോലെ ജസ്റ്റിസ് കമാൽ പാഷയെ പാകിസ്ഥാൻ ചാരനാക്കുമെന്ന് നമുക്കറിയില്ല. അതിനൊക്കെ സാധ്യതയുണ്ട്. നമ്മുടെ നാടുകളില് KC ജോസഫിനെ വിളിച്ചു ചോദിക്കും, അദ്ദേഹം പറയും ഈ ജഡ്ജി പഠിക്കുന്ന കാലത്ത് SFI കാരനായിരുന്നു എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്.